നമസ്കാരം. എല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ പറയുന്ന വിഷയം 2026 ഫെബ്രുവരി 15 മുതൽ 21 വരെയുള്ള ലോട്ടറി അടിക്കാവുന്ന ഭാഗ്യ നമ്പറാണ് ഞാനിവിടെ ഈ വീഡിയോയിൽ പറയുന്നത്. 2026 ഫെബ്രുവരി 15 മുതൽ 21 വരെയുള്ള ആഴ്ചയിലെ ലോട്ടറി അടിക്കാവുന്ന ഭാഗ്യ നമ്പറുകൾ. ഈ ആഴ്ചയിൽ ഒരു പ്രത്യേകതയുണ്ട്. കാരണം കുംഭൻ രാശിയിലാണ് രാഹു നിൽക്കുന്നത്. വേഴം നിൽക്കുന്നത്, ധനകാരകനായ വേഴം നിൽക്കുന്നത് മിഥുനൻ രാശിയിലും. അപ്പൊ വേഴം, ധനകാരകനായ വേഴം കുംഭൻ രാശിയിൽ 9ലേക്ക് വേഴത്തിന്റെ സ്പെഷ്യൽ ദൃഷ്ടിയുണ്ട്, അതായത് വിശേഷ ദൃഷ്ടിയുണ്ട് വേഴത്തിന്. 5, 9, 7 ഭാഗങ്ങളിലേക്കാണ് ദൃഷ്ടിയുള്ളത്. അതിൽ 5ലേക്കും 9ലേക്കും വിശേഷ ദൃഷ്ടി വേഴത്തിനുണ്ട്. അപ്പോൾ ആ വേഴം ഈ ഇവിടെ കുംഭൻ രാശിയിൽ നിൽക്കുന്ന വേഴത്തിനെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. വേഴം രാഹുവിനെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോ അതിനെ ചണ്ടാല യോഗം എന്ന് പറയും. വേഴം ഈ കുംഭൻ രാശിയിൽ നിൽക്കുന്ന രാഹുവിനെ ദൃഷ്ടി ചെയ്യുന്നതിന്റെ പേരിൽ അതിന് ചണ്ടാല യോഗം എന്നാണ് പറയുന്നത്. ഇനി വിഷയത്തിലേക്ക് കിടക്കും ഞാൻ. വേഴം ഇപ്പോൾ ഓരോ ഗ്രഹങ്ങളും ഓരോ രാശിയിൽ നിൽക്കുന്ന ഈ ആഴ്ച എവിടേക്കാണ് ഗ്രഹങ്ങൾ നിൽക്കുന്നത് എന്ന് ഞാൻ പറയാം. വേഴം മിഥുനൻ രാശിയിൽ നിൽക്കുന്നു, ശനി മീനൻ രാശിയിൽ നിൽക്കുന്നു, കേതു ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നു. കുംഭൻ രാശിയിൽ 4 ഗ്രഹങ്ങൾ ഒന്നിക്കുന്ന ചതുർഗ്രഹ യോഗം നടക്കുന്ന ആഴ്ച. കുംഭൻ രാശിയിൽ 4 ഗ്രഹങ്ങൾ ഒന്നിച്ചു വരുന്ന ഒരു സമയമാണ് ഈ ആഴ്ച. അപ്പൊ കുംഭൻ രാശിയിൽ 4 ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്? കുംഭൻ രാശിയിൽ വരുന്ന ഗ്രഹങ്ങൾ സൂര്യൻ എന്ന് പറഞ്ഞ ആരാണ്? ആത്മകാരകനാണ്. ആത്മകാരകനായ സൂര്യൻ, പിന്നെ ഐശ്വര്യത്തിന്റെ കാരകനായ ശുക്രൻ, പിന്നെ ബുധൻ കണക്കുകൂട്ടലുകളുടെ കാര്യക്കാരനാണ്. കണക്കപ്പിള്ളിയാണ് ബുധൻ. അപ്പൊ ബുധൻ അതുപോലെ തന്നെ ബുദ്ധിയുടെ ആളും കൂടിയാണ് ബുധൻ. പിന്നെ അതുകൂടാതെ രാഹു മായാദൃഷ്ടിയുള്ള ആളാണ്. രാഹു ഗ്രഹം മായാദൃഷ്ടിയുള്ളതാണ്. അപ്പൊ രാഹു, ബുധൻ, ശുക്രൻ, സൂര്യൻ ഈ 4 ചതുർഗ്രഹങ്ങൾ കുംഭൻ രാശിയിൽ ഒന്നിക്കുകയാണ്. അപ്പൊ ധനത്തിന്റെ ഗ്രഹമായ ധനകാരകനായ വേഴം മീനൻ രാശിയിൽ നിന്നുകൊണ്ട് തൻ്റെ 5ാം ദൃഷ്ടി കൊണ്ട് തുലാൻ രാശിയെയും 7ാം ദൃഷ്ടി കൊണ്ട് ധനുരാശിയെയും 9ാം ദൃഷ്ടി കൊണ്ട് കുംഭൻ രാശിയെയും നോക്കുന്ന ഒരു പ്രത്യേക സമയമാണ് ഈ ആഴ്ച. മനസ്സിലായോ? അപ്പൊ അതിൻ്റെതായ പ്രത്യേകതകൾ ഈ ആഴ്ചയിലുണ്ട്. അപ്പൊ അതായത് കുംഭൻ രാശിയിൽ ഇപ്പോൾ നിൽക്കുന്ന 4 ഗ്രഹങ്ങൾ വേഴത്തിന്റെ ശുഭദൃഷ്ടിയോടുകൂടിയാണ് നിൽക്കുന്നത്. ഇത് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു സമയമാണ്. അതാണ്. ഇത് വെറുതെ തമാശ പറയുന്നതല്ല. ഓരോരോ ഗ്രഹങ്ങൾക്കും ഓരോ നമ്പറുകളുണ്ട്. ജ്യോതിഷപരമായിട്ട് പല നമ്പറുകളും ഓരോ ഗ്രഹങ്ങൾക്കുണ്ട്. ആ ഗ്രഹങ്ങൾ ഈ ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൃഷ്ടിയും മറ്റ് നിൽക്കുന്ന രാശിയുടെ പ്രത്യേകതകളും എല്ലാം ഒത്തു നോക്കിയിട്ടാണ് ഞാൻ ഇവിടെ ഈ ലോട്ടറി അടിക്കാവുന്ന നമ്പർ പറയുന്നത്. അങ്ങനെ ഈ കഴിഞ്ഞ ആഴ്ചയിലോ അതിക്ക് മുമ്പത്തെ ആഴ്ചയിലോ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് പലരും എന്നെ വിളിച്ചിട്ടുണ്ട്. ചിലർക്ക് കിട്ടിയിട്ടുമുണ്ട്, ചിലർക്ക് കിട്ടാത്തവരുണ്ട്. കിട്ടിയവർക്ക് അതിനനുസരിച്ചുള്ള സമയവും സന്ദർഭവും ഒക്കെ നല്ലതായിട്ടുണ്ടാകണം. അതുകൊണ്ടായിരിക്കും അവർക്ക് കിട്ടിയത്. പിന്നെ ദോഷാനുഭവങ്ങൾ ഉള്ളവർക്ക് ചിലപ്പോൾ കിട്ടാണ്ട് പോയിട്ടുണ്ടാവും. എന്നിരുന്നാലും സാമാന്യമായി നിങ്ങൾക്ക് ലോട്ടറി എടുക്കുന്നവർക്ക് എടുക്കാവുന്ന ചില ഭാഗ്യ നമ്പറുകളാണ് ഞാൻ ഇനി ഇവിടെ പറയുന്നത്. അപ്പോൾ അതിക്ക് മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ അറിയാൻ
എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ നന്നായിരിക്കും. അതേപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. ഇവിടെ ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഇത് രാശിപ്രകാരവും ജ്യോതിഷപ്രകാരവും ഉള്ള വസ്തുതയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പം ഞാൻ ഇനി നമ്പറിലേക്ക് കടക്കാം. ആദ്യം തന്നെ 3 അക്ക നമ്പർ പറയാം. 314. ഈ 3 അക്ക നമ്പർ ഏതൊക്കെയാണെന്ന് അറിയാമോ? വേഴത്തിന്റെ 3, സൂര്യന്റെ 1, രാഹുവിന്റെ 4. അങ്ങനെ അതും കൂടി ഒന്നിച്ചു കൂട്ടുമ്പോൾ 314, 3 അക്ക നമ്പർ. അതുകൂടാതെ 346, അതായത് വേഴത്തിന്റെ 3, രാഹുവിന്റെ 4, ശുക്രന്റെ 6, അത് 346. ഇനി 351. ഈ നമ്പർ വേഴത്തിന്റെ 3, ബുധന്റെ 5, സൂര്യന്റെ 1, അപ്പൊ 351 ആയി. പിന്നെ അതുകൂടാതെ 634. 634 എന്ന് പറയുമ്പോൾ ശുക്രന്റെ 6, വേഴത്തിന്റെ 3, രാഹുവിന്റെ 4, അങ്ങനെ 634. ഇതാണ് ഈ 3 അക്ക ഭാഗ്യം കിട്ടാവുന്ന 3 അക്ക നമ്പർ ഇതാണ്. ഇനി ഇത് കൂടാതെ 3 അക്ക നമ്പർ വേറെയും ഉണ്ട്. 111, 102, 210, 300. ഈ നമ്പറുകൾ തമ്മിൽ കൂട്ടിയാൽ 3 വരും. അതായത് വേഴത്തിന്റെ നമ്പർ വരും. ഇല്ലേ? 1 1 കൂട്ടിയാൽ 3 ആയി. 102, 1 0 2 കൂട്ടിയാൽ 3 വന്നില്ലേ? അതുപോലെ തന്നെ 210, 2 1 കൂട്ടിയാൽ 3 വരില്ലേ? അതുപോലെ തന്നെ 300, 300ന്റെ 3. അങ്ങനെ ഈ നമ്പറുകൾക്കും വേഴമായിട്ട് ബന്ധപ്പെട്ട നമ്പറായതിന്റെ പേരിൽ തീർച്ചയായിട്ടും ഈ നമ്പറിനും ഭാഗ്യാനുഭവങ്ങൾ വരാവുന്നതാണ്. ഇത് കൂടാതെ രാഹുവും വേഴവും ചേർന്നുള്ള ഗുരു ചണ്ഡാല യോഗം, മനസ്സിലായ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഗുരു ചണ്ഡാല യോഗം എന്ന് പറയും. ഈ വേഴത്തിന്റെ ദൃഷ്ടിയാണ് ഇത്. കാരണം രാഹുവിനെ കുംഭൻ രാശിയിൽ നിൽക്കുന്ന രാഹുവിനെ മിഥുനൻ രാശിയിൽ നിൽക്കുന്ന വേഴം, അത് ധനകാരകനായ വേഴം തൻ്റെ 9ാം ഭാവം 9ാം ഇതുകൊണ്ട് ദൃഷ്ടി ചെയ്യണം. മനസ്സിലായ? 9ാം ദൃഷ്ടി കൊണ്ട്, വേഴത്തിന്റെ 9ാം ദൃഷ്ടി കൊണ്ടാണ് ഇതിലേക്ക് നോക്കുന്നത്. അത് വേഴത്തിന്റെ സ്പെഷ്യൽ ദൃഷ്ടിയാണ്, അതായത് വിശേഷാൽ ദൃഷ്ടിയാണ്. അതുകൊണ്ടാണ് ഈ രാഹുവിനെ നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഗുരു ചണ്ഡാല യോഗം ഇവിടെ സംഭവിക്കുകയാണ്. ഗുരു ചണ്ഡാല യോഗം ഈ ആഴ്ചയിൽ വരുന്നതാണ്. അപ്പൊ രാഹുവും വേഴവും ചേർന്നുള്ള ഗുരു ചണ്ഡാല യോഗ നമ്പർ ഞാൻ പറയാം. അതും ഈ 3 അക്ക നമ്പറാണ്. 435, 341, 534. ഈ 3 നമ്പർ ഗുരു ചണ്ഡാല യോഗം കൊണ്ട് പറയാവുന്ന സ്പെഷ്യൽ നമ്പറുകളാണ്. ഇനി ഇരട്ട നമ്പറുകൾ പറയാം. ഇരട്ട നമ്പറുകൾ 12, 21, 30. അതുകൂടാതെ ഇത് വേഴത്തിന്റെ നമ്പറാണ്. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 3 വരും. അതുകൂടാതെ ബുധബന്ധം, രാഹുവിന്റെ ബുധബന്ധം കൂട്ടിയാൽ 45, 54. ഈ ഇരട്ട നമ്പറുകളും. അതുകൂടാതെ രാഹു സൂര്യൻ ഒന്നിക്കുന്നതിനാൽ, അതായത് രാഹുവും സൂര്യനും കുംഭൻ രാശിയിൽ ഒന്നിക്കുന്നതിനാൽ രാഹുവിന്റെ 4ഉം സൂര്യന്റെ 1ഉം, അപ്പം 41 ഇരട്ട നമ്പർ. അതേപോലെ തന്നെ അത് തിരിച്ചിട്ടാൽ 14 ഇല്ലേ? 41 തിരിച്ചിട്ട 14 ആയില്ലേ? അതും നമ്പർ ഭാഗ്യ നമ്പറാണ്. അപ്പൊ ഇതും ഇരട്ട നമ്പർ ഭാഗ്യ നമ്പറായി കണക്കാക്കാവുന്നതാണ്. ഇത് കൂടാതെ രാഹു ശുക്ര ബന്ധം, ഇതും ഈ രാഹു ശുക്ര ബന്ധം ഈ കുംഭ രാശിയിൽ നടക്കുന്നതാണ്. അതുകൊണ്ട് ഇത് ലോട്ടറി അടിക്കാൻ കൂടുതൽ സഹായിക്കുന്ന നമ്പറാണ്. എന്തൊക്കെയാണ്? 4 6, 6 4. അത് മനസ്സിലായ? 46ഉം 64, 46 44. ഈ 46 64, ഈ
രാഹു ശുക്ര ബന്ധം കൊണ്ടുണ്ടാവുന്ന സ്പെഷ്യൽ നമ്പറാണ്. ഇതോടൊപ്പം തന്നെ ജ്യോതിഷത്തിൽ രാഹുവിനെ മായാവിദ്യകളുടെ ഗ്രഹമായാണ് കണക്കാക്കുന്നത്. ജ്യോതിഷത്തിൽ രാഹുവിനെ മായാവിദ്യയുടെ ഗ്രഹമായാണ് കണക്കാക്കുന്നത്. പെട്ടെന്നുള്ള ധനത്തിനും ലോട്ടറി ഭാഗ്യത്തിനും രാഹുവിന്റെ സ്വാധീനം വളരെ വലുതാണ്. അപ്പൊ അതുകൊണ്ട് ഇനി പറയുന്ന ചില നമ്പറുകളും കൂടി നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. 4, 1, 5, 6, 10, 19, 28, 14, 23, 15, 24. ഈ ഒറ്റ നമ്പറിനും ഇരട്ട നമ്പറിനും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിയും ജാതകത്തിലെ ഗ്രഹസ്ഥിതിയും അതുപോലെ തന്നെ ദശ അപകാരങ്ങളുടെ സ്ഥിതിയും നോക്കിയാൽ ദശ അപകാരങ്ങളുടെ ശുഭസ്ഥിതിയും ഒത്തുവന്നാൽ നിങ്ങൾക്ക് ഇരട്ടി ഫലം കിട്ടുന്നതാണ്. ഞാനീ പറഞ്ഞതിൻ്റെ ഇരട്ടി ഫലം കിട്ടും. അതോടൊപ്പം ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ലോട്ടറി എന്നത് ഒരു ഭാഗ്യപരീക്ഷണമാണ്, ഇല്ലേ? ഒരു ലോട്ടറി എടുത്താലും ഭാഗ്യമുള്ളവന് അതടിക്കും, ഇല്ലേ? ഒരു ലോട്ടറി എടുത്താലും മതി. അപ്പോൾ ലോട്ടറി എടുക്കുക എന്നത് ഒരു ഭാഗ്യപരീക്ഷണമായിട്ട് മാത്രം കാണേണ്ടതാണ്. അല്ലാതെ അത് ഒരു പെട്ടെന്ന് ലോട്ടറി അടിച്ച് പണക്കാരനാകാം എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി നിങ്ങൾ ലോട്ടറി എടുത്താൽ ചിലപ്പോൾ അത് അടിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ കിട്ടുന്ന നിങ്ങളുടെ ജാതകപരമായിട്ടും അപകാരപരമായിട്ടും ദശപരമായിട്ടും ഒക്കെ നല്ല സമയമാണെങ്കിൽ ചിലപ്പോൾ ഒന്നിനു മേലെ ടിക്കറ്റ് എടുത്താലും ചിലപ്പോൾ ലോട്ടറി കിട്ടുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് മോശം സമയമാണെങ്കിൽ നിങ്ങൾ അധികം ലോട്ടറി എടുത്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നും വരും. അതുകൊണ്ട് പരമാവധി ഒരു ടിക്കറ്റ് എടുത്ത് ഒരു ഭാഗ്യപരീക്ഷണം നടത്തുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും എൻ്റെ ചാനലിൽ നിങ്ങൾ ഇടണം. അതിന് മറുപടിയും ഞാൻ തരുന്നതാണ്. എല്ലാവർക്കും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ ആഴ്ചയിലെ ഭാഗ്യ നമ്പറുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.